മുന്നറിയിപ്പില്ലാതെ ജീവനക്കാർ കൂട്ടത്തോടെ അവധിയെടുത്തത് എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ സർവീസുകളെ കാര്യമായി ബാധിച്ചിരുന്നു. ഇപ്പോൾ ജീവനക്കാർ സമരം പിൻവലിച്ചെങ്കിലും എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ വിമാന സർവീസുകൾ റദ്ദാക്കുന്നത് തുടരുകയാണ്. കണ്ണൂരിൽ നിന്നുള്ള 2 സർവീസുകൾ ഇന്നും റദ്ദാക്കി. പുലർച്ചെ 5:15 പുറപ്പെടേണ്ടിയിരുന്ന ദമാം 9:20 അബുദാബി വിമാനങ്ങളാണ് സർവീസ് നടത്താത്തത്. വിവരം യാത്രക്കാരെ അറിയിച്ചിരുന്നതായി എയർ ഇന്ത്യ എക്സ്പ്രസ് അധികൃതർ പറഞ്ഞു. റദ്ദാക്കിയ വിമാനങ്ങളിലെ യാത്രക്കാർക്ക് ടിക്കറ്റ് തുക തിരിച്ചു വാങ്ങുകയോ ലഭ്യമായ മറ്റൊരു ദിവസത്തേക്ക് ബുക്കിംഗ് മാറ്റുകയോ ചെയ്യാമെന്ന് എയർലൈൻ അധികൃതർ അറിയിച്ചു. എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ 75 സർവീസുകൾ ഇന്നലെ മുടങ്ങിയിരുന്നു. ഇന്നും 50 സർവീസ് വരെ മുടങ്ങിയേക്കാമെന്ന സൂചനകളുണ്ട്. നാളെയോടെ ഏകദേശം പൂർവ്വസ്ഥിതിയിലേക്ക് വരുമെന്നാണ് കമ്പനി വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത്. +2 ഡിഗ്രി കഴിഞ്ഞവർക്ക് വേൾഡ്സ് ഫസ്റ്റ് AR/VR ക്ലാസ് റൂമിലൂടെ സ്മാർട്ട് ഫോൺ എഞ്ചിനീയർ ആവാം. കൂടുതൽ അറിയാൻ വിളിക്കൂ ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ. ജീവനക്കാരുടെ മുന്നറിയിപ്പില്ലാത്ത സമരം കാരണം 30 കോടി രൂപ കമ്പനിക്ക് നഷ്ടമുണ്ടായതാണ് വിവരം. എന്നാൽ ഇതേക്കുറിച്ച് സ്ഥാപനം ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ല. വ്യാഴാഴ്ച വൈകിട്ട് ചീഫ് ലേബൽ കമ്മീഷണറുടെ മധ്യസ്ഥതയിൽ നടന്ന ചർച്ചയിലാണ് സമരം ഒത്തുതീർപ്പായത്. മിന്നൽ പണിമുടക്കിന്റെ പേരിൽ പിരിച്ചുവിട്ട 25 പേരെ തിരിച്ചെടുത്തിരുന്നു. 3 ദിവസത്തിനിടെ 245 സർവീസുകളാണ് മുടങ്ങിയത്. അതേസമയം ജീവനക്കാർ ഉയർത്തിയ പ്രശ്നങ്ങൾ പരിശോധിച്ച് പരിഹരിക്കുമെന്ന് കമ്പനി അധികൃതർ ഉറപ്പു നൽകിയതായാണ് റിപ്പോർട്ട്. യോഗ്യതക്കനുസരിച്ചുള്ള വേതനം ലഭിക്കുന്നില്ലെന്ന കാര്യമുൾപ്പെടെ ചൂണ്ടിക്കാണിച്ചായിരുന്നു ജീവനക്കാരുടെ സമരം. ചൊവ്വാഴ്ച രാത്രി മുതലാണ് മുൻകൂട്ടി അറിയിക്കാതെ ജീവനക്കാർ ജോലിയിൽ നിന്ന് വിട്ടുനിന്നത്. മുൻകൂട്ടി നോട്ടീസ് നൽകാതെ മെഡിക്കൽ ലീവ് എടുത്താണ് ജീവനക്കാർ പ്രതിഷേധിച്ചത്. മുന്നറിയിപ്പില്ലാതെ കൂട്ടത്തോടെ അവധിയെടുത്ത 30 ക്യാബിൻ ക്രൂ അംഗങ്ങളെയായിരുന്നു എയർ ഇന്ത്യ എക്സ്പ്രസ് ജോലിയിൽ നിന്ന് പുറത്താക്കിയിരുന്നത്. മുൻകൂട്ടി അറിയിക്കാതെ ജോലിയിൽ നിന്ന് വിട്ടുനിന്നത് അംഗീകരിക്കാൻ കഴിയില്ലെന്ന് വ്യക്തമാക്കിയിരുന്നു. മിന്നൽ സമരം കാരണം നിരവധി യാത്രക്കാരാണ് വലഞ്ഞത്. ധാരാളം വിമാനങ്ങൾ റദ്ദാക്കേണ്ട സാഹചര്യം വന്നെന്നും അതുവഴി മുഴുവൻ ഷെഡ്യൂളും തടസ്സപ്പെട്ടെന്നും യാത്രക്കാർക്ക് വളരെയധികം അസൗകര്യമുണ്ടായെന്നും എയർലൈൻ വ്യക്തമാക്കിയിരുന്നു. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽ സലാമ ഹൈ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ.